ത്രിയേക ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവരാജ്യ അനുഭവത്തിൽ നാം ആയിരിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവഹിതം. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു വിതക്കാരൻ്റെ ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: കടൽ തീരത്ത് വെച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. വളരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. ഒരു വലിയ ജനതയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു ഉപമകളിലൂടെ പ്രസംഗിച്ചു തുടങ്ങി. വിത്ത് വിതയ്ക്കാൻ തുടങ്ങി. ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ചിലത് വഴിയരികിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു എന്നൊക്കെ ക്രിസ്തു പ്രസംഗിച്ചു തുടങ്ങി. അതിനുശേഷം നാം കാണുന്ന മർക്കോസിൻ്റെ സുവിശേഷം 4:10 വാക്യത്തിൽ ഇപ്രകാരം കാണുകയാണ്: അവൻ തനിച്ചായപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്നവരും മറ്റുള്ളവരും ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അപ്പോൾ യേശുക്രിസ്തു തൻ്റെ പ്രഘോഷണങ്ങളിൽ നല്ല ശതമാനം പ്രഘോഷണങ്ങളും നടത്തിയപ്പോൾ ജനാവലിയുടെ മധ്യത്തിൽ വെച്ച് ഉപമകളിലൂടെ സംസാരിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചത് എന്ന് പലപ്പോഴും ഞാൻ പ്രഘോഷണ വേദിയിൽ പല ആളുകളോടും ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ അപ്പോൾ നൽകുന്ന ഉത്തരം ഇതാണ്: യേശുക്രിസ്തു ഉപമകളിലൂടെ സംസാരിച്ചത് എല്ലാവർക്കും വളരെ ലളിതമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണെന്നാണ് അവർ ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഒരു വലിയ കാലയളവ് വരെയും ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഉപമകളിലൂടെയുള്ള ക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങൾ ജനങ്ങൾക്ക് നന്നായി ലളിതമായി ആ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണെന്ന് തന്നെയാണ് ഞാനും ധരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ വായിക്കുന്ന ഈ വാക്യം അതിന് വളരെ വിപരീതമായ ഒരർത്ഥം നൽകുന്ന വാക്യമാണ്. അവിടെ കർത്താവ് പറഞ്ഞു, ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം നൽകപ്പെട്ടിരിക്കുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും അങ്ങനെ അവർ മനസ്സു തിരിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കുന്നതിനും വേണ്ടിയാണിത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉപമകളിലൂടെയുള്ള പ്രസംഗത്തിൻ്റെ അർത്ഥം എന്താണ്? വിശുദ്ധ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിലൂടെ കർത്താവ് പറയുകയാണ്, കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിനും മനസ്സ് തിരിഞ്ഞ് ഒരുവനും രക്ഷപ്പെടാതിരിക്കുന്നതിനും വേണ്ടിയാണ് ഉപമകളിലൂടെ പ്രസംഗിക്കുന്നത്. വലിയ ജനാവലിയുടെ അടുക്കൽ പ്രസംഗത്തിന് ശേഷം ആ ജനക്കൂട്ടത്തിന് കാര്യമായി ഒന്നും മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവരോട് ഉപമകളിലൂടെ പ്രസംഗിച്ചതെന്ന് പറയുന്ന ക്രിസ്തുവിനെ നമ്മളിവിടെ കാണുകയാണ്. അപ്പോൾ ഇവിടെ 2 വിഭാഗം ആളുകളെ തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവർക്കാകട്ടെ ഉപമകളിലൂടെ നൽകപ്പെടുന്നു, നിങ്ങൾക്കാകട്ടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയാൻ വരം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 2 വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ടാകുകയാണ്. അതിലൊന്ന് നിങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി, മറ്റൊന്ന് അവർ എന്ന് പറയുന്ന കാറ്റഗറി. അപ്പം നമ്മളിന്ന് ചിന്തിക്കേണ്ടത്, ഞാൻ നിങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുമോ അവർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണോ ഞാൻ പെടുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നിങ്ങൾക്കാകട്ടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയാനുള്ള വരം നൽകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവരാജ്യത്തിന് അനേകം രഹസ്യങ്ങളുണ്ട്. ആ ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവരാജ്യ അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. നമ്മളൊരു കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കോമ്പൗണ്ടിലേക്ക് കയറി
ആ കെട്ടിടത്തിൻ്റെ വാതിലെവിടെയാണെന്ന് തിരിച്ചറിയാത്ത ഒരാൾക്കും ആ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ ദൈവരാജ്യ അനുഭവങ്ങളിലേക്ക് നമുക്കും വരുവാൻ സാധിക്കുകയുള്ളൂ. ഇനി ആരാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത്? നിങ്ങൾക്കാകട്ടെ. ഇനി ആരെക്കുറിച്ചാണ് ഈ നിങ്ങൾ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ ക്രിസ്തു 72 പേരെ അയക്കുന്നതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് നാട്ടിൻപുറങ്ങളിലേക്ക് 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാരെ ചുരുക്കം, അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അപ്പോൾ ക്രിസ്തു തിരഞ്ഞെടുത്ത് ക്രിസ്തുവിൻ്റെ കൂടെ നിർത്തി ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് അയച്ച വ്യക്തിയോട് കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, ഒന്ന്, നിങ്ങൾ അയക്കപ്പെടുമ്പോൾ ഇതാ വിളവിൻ്റെ നാഥനോട് കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയാൻ വരം ലഭിച്ച വ്യക്തിയുടെ ഒന്നാമത്തെ പ്രത്യേകത, അയാൾ ദൈവരാജ്യത്തിൻ്റെ അധ്വാനത്തിന് വേണ്ടി ദൈവവിളി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയായി മാറും. നമ്മെ തന്നെ ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഞാൻ ദൈവരാജ്യത്തിൻ്റെ അറിയാൻ വരം ലഭിച്ച നിങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറിയിലാണോ, അവർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. രണ്ടാമത്തെ കാര്യം, ഇതാ കർത്താവ് പറയുന്നു, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യം അറിയാൻ വരം ലഭിച്ച ഒരു വ്യക്തി അയക്കപ്പെടുമ്പോൾ അയാൾ ഏത് സ്ഥലത്ത് ചെന്നുപെട്ടാലും അവിടെ ആ വ്യക്തിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളായിരിക്കും അനുവദിക്കപ്പെടുന്നത്. ഒരുപക്ഷെ മുറിപ്പെടുത്തുന്നവരും കടിച്ചു കീറുന്നവരും വേദനിപ്പിക്കുന്നവരും ജീവൻ അപഹരിക്കാനിരിക്കുന്നവരും അപമാനിക്കുന്നവരും നിന്ദിക്കുന്നവരും പുറന്തള്ളുന്നവരും ഭയപ്പെടുത്തുന്നവരുമായ ഒരു വലിയ സമൂഹമുണ്ടാകുമെന്ന് കൃത്യമായി നിജപ്പെടുത്തിയിരിക്കുകയാണ്, കർത്താവ് വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പരിപാലനയിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ ശുശ്രൂഷകൻ, ഒരു ദൈവ പൈതൽ, ദൈവരാജ്യ അനുഭവങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ഒരു വ്യക്തി പരിശുദ്ധാത്മ പ്രേരിതനായി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവൻ ഇത്തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നാം എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത കാര്യം, പോകുമ്പോഴുള്ള പ്രത്യേകത, മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. അപ്പോൾ ദൈവരാജ്യ വരം ലഭിച്ച അല്ലെങ്കിൽ ആ രഹസ്യങ്ങളറിയാൻ വരം ലഭിച്ച ഒരു വ്യക്തിയുടെ അടുത്ത പ്രത്യേകത, അയാളുടെ കയ്യിൽ സമ്പാദ്യങ്ങളൊന്നും കാര്യമായി ഉണ്ടാവില്ല എന്നുള്ളതാണ്. സുരക്ഷിതമായ ഒന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്ന വ്യക്തികളെന്നാണ് ഇത്തരം വ്യക്തികളെക്കുറിച്ച് പറയുക. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ക്രിസ്തു ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്ന വാക്യതാണ്, എന്നാൽ അവർ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശരീരാഭിലാഷത്തിൽ നിന്നോ പുരുഷൻ്റെ ഇച്ഛയിൽ നിന്നല്ലോ, ദൈവത്തിൽ നിന്നത്രേ. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവമക്കൾ അവർ ഭൗമികമായ കാര്യങ്ങളിൽ ആകർഷ്ടരാകാതെ അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ പോലെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് നിങ്ങൾ എന്ന് പറയുന്ന കാര്യം. എന്നാൽ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വരമില്ലാത്തവർ എന്താണ്? അവർക്കൊരു പ്രത്യേകത, അവർ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിൽ ആശ്രയിക്കുകയും ലൗകിക കാര്യങ്ങളെ മാത്രം തേടുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കും. അങ്ങനെയുള്ളവർക്കാകട്ടെ ദൈവിക രാജ്യങ്ങളുടെ രഹസ്യങ്ങളൊന്നും വെളിപ്പെട്ട് കിട്ടുകയുമില്ല. ഈ കാലഘട്ടത്തിൽ അനേകം പേർ സുവിശേഷ ശുശ്രൂഷയിലേക്ക് ആകർഷകരായി വരുന്നുണ്ട്. എന്നാൽ പലപ്പോഴും ഒരു വിഭാഗം ആളുകൾക്ക് ദൈവിക കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. അവർ കർത്താവിൻ്റെ വചനം ആയി പുറപ്പെടുന്നു. അവർ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ അവർക്ക് കിട്ടിത്തുടങ്ങുന്നു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഒരു പ്രത്യേക ദൈവകൃപയുടെ ജീവിതം നയിക്കുന്നു. മറ്റു ചിലരാകട്ടെ ദൈവവചനങ്ങൾ കേൾക്കുന്നു, പാലിക്കാൻ ശ്രമിക്കുന്നു.
ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കർത്താവിൽ ആശ്രയിക്കുന്നു. ഇതുകൊണ്ട് തന്നെ വിശുദ്ധ കുരിശിലെ യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ, കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ കുരിശിലെ യോഹന്നാൻ. ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുന്ന വഴിയിൽ അദ്ദേഹത്തിന് ഏറെ സഹനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് കർമ്മല മലകയറ്റം ഇരുണ്ട രാത്രി. അപ്പോൾ ഇങ്ങനൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വളരെ ഗഹനമായ ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഇതിനകത്ത് അദ്ദേഹം ഒരു മലയെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കർമ്മല മലയെക്കുറിച്ചാണ്. അത് സ്വർഗത്തോടും അതുപോലെ ദൈവരാജ്യത്തോടും ദൈവാനുഭവത്തോടുമൊക്കെ ഉപമിക്കുന്നതാണ് ഈ മലയുടെ മുകൾ, അഥവാ ദൈവ ഐക്യം, ദൈവസ്നേഹ ഐക്യം, പരിപൂർണത പ്രാപിക്കുക. ഇതൊക്കെയാണ് ഈ മലയെക്കുറിച്ച് ഈ വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഈ മലയിലേക്ക് കയറുവാനായിട്ടുള്ള 3 വഴികളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടാണ് ഇത് കിടക്കുന്നത്. ഇതിലെ 3 വഴികളിൽ ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അധമപാത എന്നാണ്. ഈ വഴിയെക്കുറിച്ച് പറയുക അധമപാത. ഈ അധമപാത എന്ന് പറഞ്ഞാൽ അധമപാതയിലൂടെ യാത്ര ചെയ്യുന്നവരായി പറയുന്നത് ദൈവത്തിൽ അവർ ആശ്രയിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു, മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തുന്നു, ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ധ്യാനമെല്ലാം കൂടുന്നു. എന്നാൽ ഈ ആവശ്യങ്ങൾക്കെല്ലാം അവർ പോകുമ്പോൾ അവർ പലപ്പോഴും ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ ദൈവത്തിൽ നിന്ന് സാധിച്ചെടുക്കണം. സ്ഥലം വിൽക്കണം, ജോലി കിട്ടണം, അതുപോലെ നല്ല പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി പാസ്സാകണം തുടങ്ങി ഒത്തിരി ഭൗതിക അനുഗ്രഹങ്ങൾ തേടിയാണ് പല ആളുകളും ധ്യാന കേന്ദ്രത്തിലേക്ക് പോകുന്നത്. ആദ്യകാലങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും. എന്നാൽ പിന്നീട് ജീവിതത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാതെ വരുന്നതോടുകൂടി ഇത്തരം ആളുകൾ വളരെ നിരാശരായി തീരുന്നതും പിന്നീട് ദൈവവചനത്തിലുള്ള തീക്ഷ്ണതയും പ്രാർത്ഥനയും ഒക്കെ ക്രമേണ കുറയുകയും ഒരുപക്ഷെ ചിലപ്പോൾ ധ്യാനകേന്ദ്രങ്ങളിൽ നിന്ന് മാറി മറ്റ് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് പോവുകയും വളരെ നിരാശരായി അവസാനം ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് അധപ്പതിച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കിയാൽ അത് ആദിമ നൂറ്റാണ്ടിൽ വളരെ തീക്ഷ്ണതയോടുകൂടി നിന്നിരുന്നൊരു സമൂഹം ക്രമേണ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ആശ്രയിക്കുന്നവരും പിന്നീട് വിശ്വാസത്തിൽ നിന്ന് ക്രമേണ വ്യതിചലിക്കുന്നവരും തീക്ഷ്ണതയില്ലാത്തവരുമായി മാറിയിട്ടുണ്ട്. മന്നോഷ്ണവാന്മാരായി തീരുന്നു ഇത്തരം ആളുകൾ. അതുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഈ അധമപാതയിലൂടെയാണോ യാത്ര ചെയ്യുന്നത് എന്ന് നോക്കണം. എങ്കിൽ സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് കടക്കുവാനോ ദൈവസ്നേഹത്തിൻ്റെ അനുഭവം സ്വന്തമാക്കാനോ പലപ്പോഴും സാധിക്കില്ല. രണ്ടാമത്തെ ഒരു പാത എന്ന് പറയുന്നത് മധ്യമപാത എന്നാണ് അതിനെക്കുറിച്ച് പറയുക. മലയുടെ ഇരു സൈഡിലായിട്ട് ഈ 2 പാതകളിങ്ങനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ രണ്ടാമത്തെ പാതയുടെ പ്രത്യേകത ആത്മീയ അനുഭവങ്ങളിലേക്കൊക്കെ വന്നു, വരദാനങ്ങളൊക്കെ ലഭിക്കാൻ തുടങ്ങി, ദൈവം സ്നേഹത്തോടെ അവരെ പരിപാലിക്കുന്നതായിട്ട് അവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ മാധുര്യം രുചിച്ചറിഞ്ഞ അവർ പിന്നീട് തങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളുടെ വളർച്ച, അതുപോലെ വരദാനങ്ങളുടെ വളർച്ച തുടങ്ങി ആത്മീയമായ വളരെ ആഗ്രഹത്തോടു കൂടി അവർ എല്ലാം ആത്മീയമായി വളരുവാൻ, ഭൗതികമായി നേടാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആത്മീയമായി നേടാൻ ആഗ്രഹിച്ച് അവർ പ്രവർത്തിക്കുന്നു. അപ്പോൾ ജനക്കൂട്ടത്തെ അവർ സ്നേഹിക്കുന്നു, അതുപോലെ ജനക്കൂട്ടത്തെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ കൂടുതൽ പ്രശസ്തി, കൂടുതൽ ആളുകൾ വന്നു ചേരുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ ആകൃഷ്ടരായി പലപ്പോഴും മാറുന്ന ആളുകൾ വ്യക്തിപരമായ പ്രാർത്ഥന, യേശുവുമായിട്ടുള്ള ബന്ധം, അതുപോലെ ദൈവസ്നേഹ അനുഭവം, ഇതൊക്കെ ക്രമേണ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. എല്ലാം നഷ്ടപ്പെട്ടാലും കർത്താവിന് വേണ്ടിയാണല്ലോ എന്നോർത്ത് കണ്ടമാനം ഓടി തളരുന്ന സുവിശേഷകരെയും ദൈവ ശുശ്രൂഷകരെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവരെക്കുറിച്ച് ഈ വിശുദ്ധൻ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അവർ മധ്യമപാതയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. എല്ലാം നേടാൻ അവർ ആഗ്രഹിക്കുന്നു. അവസാനം കുറേ നാളുകൾക്ക് ശേഷം അവരൊന്നും നേടിയിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടാകുന്നു. അവരുടെ ശുശ്രൂഷാ മണ്ഡലങ്ങൾ ശുഷ്കമായി തീരുന്നു. ക്രമേണ വിരസതകൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നു. വ്യക്തിപരമായ പ്രാർത്ഥന നിന്നുപോവുകയും ക്രമേണ അവർ ചെറിയ പ്രവൃത്തി പോലെ ആയി മാറുകയും ചെയ്യുന്നു. കൃപയ്ക്ക് പകരം പ്രവൃത്തികളിലേക്ക് തങ്ങളുടെ ശുശ്രൂഷകൾ മാറിപ്പോവുകയും ചെയ്യുന്നവരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മുടെ
ധ്യാനാനുഭവങ്ങളിലേക്ക് വന്നിട്ടുള്ള പല വ്യക്തികളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ എല്ലാം യാത്ര ഇതുപോലെ മധ്യമപാതയിലൂടെയാണെന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത്തെ ഒരു വഴിയെക്കുറിച്ച് ഈ വിശുദ്ധൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വഴിയെക്കുറിച്ച് പറയുന്നത് ഉത്തമപാതയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അത് മുകളിലേക്ക് പോവുകയാണ്, നേരെ മലയുടെ മുകളിലേക്ക്. അവിടെ എഴുതി വച്ചിരിക്കുന്നത് ശൂന്യം 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 എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതാ, എനിക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ട, എനിക്ക് ദൈവത്തെ മാത്രം മതി. ദാതാവിനേക്കാൾ അധികം ദാനത്തെ സ്നേഹിക്കാതെ ദാനങ്ങളെക്കാളധികം ദാതാവിനെ സ്നേഹിക്കുന്ന മനുഷ്യർ. അതുകൊണ്ട് എനിക്ക് ദൈവമേ ഒന്നും വേണ്ട, നിൻ്റെ സ്നേഹം മാത്രം മതി. പരിത്യാഗത്തിൻ്റെയും അതുപോലെ ശൂന്യവൽക്കരണത്തിൻ്റെയും വഴിയിലൂടെ ദൈവം നൽകുന്നത് മതി, ദൈവേഷ്ടം മാത്രം നടന്നാൽ മതി എന്ന ചിന്തയോടുകൂടി നടക്കുന്ന മനുഷ്യരുണ്ട്. അവരാണ് സത്യത്തിൽ ദൈവരാജ്യത്തിൻ്റെ വരം ലഭിച്ച മനുഷ്യർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനുഷ്യരുടെ പ്രത്യേകത, അവർക്ക് ഭൂമിയിൽ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും വന്നാലും അതിലൊന്നും ദുഃഖിക്കാനായിട്ട് അവർക്കിടയായിത്തീരുകയില്ല. എപ്പോഴും സന്തോഷവും സമാധാനവും അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. ഈ അപ്പോസ്തോലന്മാർ യേശുവിൻ്റെ കൂടെയുള്ള യാത്ര നടത്തിയപ്പോൾ സത്യത്തിൽ അവരൊരു മധ്യമപാതയിലൂടെയുള്ള യാത്രയായിരുന്നു. കാരണം എല്ലാം ലഭിക്കും, എല്ലാം കിട്ടും എന്ന പ്രതീക്ഷയിലൂടെയുള്ള ഒരു യാത്ര. അവസാനം കാൽവറി ക്രൂശിൻ്റെ അടുക്കിലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവഹിതം നിറവേറുന്ന ഒരു വേദിയിലേക്ക് വന്നപ്പോൾ, ലോകത്തിൽ ഏറ്റവും അധികമായി ദൈവസ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടുന്ന ഒരു ഇടത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ അവർ അവരുടെ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ തീർത്ഥയാത്ര, നമ്മുടെ ആത്മീയ ജീവിതം ഇത്തരത്തിലുള്ള ഒന്നാണെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ശുഷ്കമായി നിലച്ചു പോകുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരികയും ആ ദൈവശക്തിയും ദൈവകൃപയും നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി മാറിയപ്പോൾ അവരിത്രേ ചിന്തിച്ചുള്ളൂ, ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ലെങ്കിലും വേണ്ടില്ല, ദൈവത്തിൻ്റെ നാമം, യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാനിടയായി തീരണം, അതിനുവേണ്ടി ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ സമർപ്പിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ശൂന്യരായി തീരാനുള്ള പരിത്യാഗത്തിൻ്റെ ഒരു പുതിയ പാതയിലൂടെ അവർ യാത്ര ചെയ്തു. അതുകൊണ്ട് ഇതാ, ലോകത്തിൽ അനേകരിലേക്ക് ദൈവസ്നേഹം പകരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നു, ധ്യാനം കൂടുന്നു, വചനം കേൾക്കുന്നു, വചന പ്രഘോഷണ വേദികളിൽ 10,000-കണക്കിന് ആളുകൾ വന്നു കൂടുന്നു എന്നതുകൊണ്ട് ദൈവരാജ്യം സംസ്ഥാപിക്കപ്പെടുകയോ ദൈവരാജ്യം വളരുകയോ ചെയ്യുകയില്ല എന്ന സത്യം കൂടി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ദൈവരാജ്യം വളരണമെങ്കിൽ അതിനുതകുന്ന ഒരു പാതയിലേക്ക് വ്യക്തവും കൃത്യവുമായി നമ്മുടെ മനസ്സ് തിരിയേണ്ടതായിട്ടുണ്ട്. നാം മറ്റുള്ളവരെ അങ്ങനെ തിരിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ ജനങ്ങൾ ഓരോരുത്തരും നമ്മുടെ അടുക്കലേക്ക്, പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിലേക്കും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ വരുമ്പോൾ അവർക്ക് ദൈവരാജ്യത്തെക്കുറിച്ചൊന്നും അറിവില്ലാത്തതുകൊണ്ട് അവർ ഭൗതിക കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി വരുന്നവരായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന, വചന ശുശ്രൂഷ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഈ തിരുവചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ അത്തരം കാര്യങ്ങളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നവരായി മാറിയാൽ സത്യത്തിൽ അന്ധനെ നയിച്ച അന്ധനായി നമ്മൾ ഓരോരുത്തരും മാറുവാനിടയായിത്തീരും. അതുകൊണ്ട് ഇതാ, മറ്റുള്ളവരെ ദൈവരാജ്യം എന്ന വലിയ സത്യത്തെക്കുറിച്ച് ബോധ്യം അവർക്ക് കൊടുക്കുവാനും നല്ല നിലമാക്കി അവരുടെ ഹൃദയം മാറ്റുവാനും നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് ഉപമകളെക്കുറിച്ച്, ഈ വിത്തിൻ്റെ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് കർത്താവ് മറ്റൊരു ഉപമ കൂടി പറയുന്നുണ്ട്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 24 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഒരുവൻ വയലിൽ നല്ല വിത്ത് വിതയ്ക്കുന്നതിനോട് സ്വർഗ്ഗരാജ്യത്തെ ഉപമിക്കാമെന്ന്. എന്നിട്ട് പറയുകയാണ്, ഒരു മനുഷ്യൻ നല്ല വിത്ത് വിതച്ചിട്ട് തിരിച്ചു പോന്നു. ആളുകൾ ഉറക്കമായപ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിനിടയിൽ കളകൾ വിതച്ചിട്ട് കടന്നുപോയി. അപ്പോൾ ദൈവരാജ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹൃദയമാകുന്ന തരിശുഭൂമിയെ ഉഴുതുമറിച്ച് ധ്യാനങ്ങളൊക്കെ കൂടി പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് നമ്മൾ വചനം സ്വീകരിക്കുന്ന അവസ്ഥയാണ്. ഇത് ഇന്ന് കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും എല്ലാ ക്രൈസ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
ആണ്ടിലൊന്നൊക്കെ പോയി ധ്യാനം കൂടുന്നു, അവരുടെ ജീവിതം ക്രമീകരിക്കുന്നു. എന്നാൽ പിന്നെ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ ധ്യാനമെല്ലാം കൂടി കഴിയുമ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുന്നു, ഇനി എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു വർഷത്തേന് ഇനി വലിയ പ്രയാസമില്ല, കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. സത്യമാണ്, ഒരു പക്ഷേ ചിലപ്പോൾ വചനം അവരിൽ മുള പൊട്ടി വളരാനും തുടങ്ങിക്കാണും, അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. വചനത്തിൻ്റെ ശക്തിയും അവരുടെ ജീവിതത്തിൽ പ്രകടമാണ്. അപ്പോൾ ഒട്ടും നമ്മൾ കെയർഫുള്ളായിരിക്കില്ല. സംഭവിക്കുന്ന എന്താണ്? ഇതാ ശത്രു വന്ന് കളകൾ വിതച്ചിട്ട് പോകും. അത് വന്ന് വീണ കാര്യം പോലും നമ്മൾ അറിയാറില്ല. എന്താണ് ഈ കളകൾ എന്ന് പറയുന്നത്? ചില ചിന്താഗതികൾ, ചില കാഴ്ചപ്പാടുകൾ, ചില മനോഭാവങ്ങൾ, ചില വെറുപ്പ്, ചില വിദ്വേഷം, വൈരാഗ്യം, ഇതെല്ലാം നമ്മളറിയാതെ നമ്മുടെ ഹൃദയത്തിലേക്ക് സംസാരം വഴിയും ഈ ചാനലുകൾ, ചർച്ചകൾ വഴിയൊക്കെയുള്ള ഇങ്ങനത്തെയുള്ള ചെറിയ സോഷ്യൽ മീഡിയ വഴിയും ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഈ തിന്മയുടെ വിത്തുകൾ സാത്താൻ വിതയ്ക്കാറുണ്ട്. നമ്മളതിനെക്കുറിച്ച് ബോധവാനല്ല. എന്നാൽ സംഭവിക്കാൻ പോകുന്നതാണ്, ക്രമേണ ആ വിത്തുകളും സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ പൊട്ടി വളരും. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ വചനങ്ങളും പ്രാർത്ഥനയും ദൈവിക കാര്യങ്ങളും ഒരു സൈഡിൽ, അപ്പോൾ തന്നെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിത്തുകൾ മറു സൈഡിൽ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരുപോലെ വളരുന്നു. ഇന്ന് കാണാൻ സാധിക്കും, സഭാജീവിതത്തിലൊക്കെ ഒത്തിരി വിമർശനങ്ങൾ ഉയർത്തുന്നവരെയും അതുപോലെ സഭാജീവിതത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകളെയൊക്കെ കണ്ടിട്ടുണ്ട്. ചിലർ സഭ വിട്ടു തന്നെ പോകുന്നവരെയൊക്കെ കാണുന്നുണ്ട്. അവരുടെയൊക്കെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തോടൊപ്പം സത്യത്തിൽ തെറ്റായ ചിന്താഗതികളും കാഴ്ചപ്പാടുകൾ കൂടി വിതയ്ക്കപ്പെട്ടു. അത് വളർന്നു, രണ്ടും ഒരുമിച്ച് വളർന്നു. അപ്പോൾ യജമാനോട് പറഞ്ഞു, യജമാനെ, കളകൾ കൂടി വളർന്നിരിക്കുകയാണല്ലോ, നമുക്ക് ഈ കളകളങ്ങ് പറിച്ച് കളയാം. ഉടനെ യജമാൻ പറഞ്ഞു, ഒരിക്കലും കള പറിച്ച് കളയരുത്. നല്ല വിത്തുകൾ അത് പോകാനിടയായിത്തീരും. അതുകൊണ്ട് കളകളും കൂടി നല്ല വിത്തും കൂടി ഒന്നിച്ച് നിൽക്കട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, അതുകൊണ്ട് കളകൾ വളരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം അതാണ് സത്യത്തിൽ കൂദാശകളെന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം നല്ല വചനങ്ങളെയൊക്കെ ഇട്ട് തന്നു കഴിഞ്ഞാൽ, ഒരു ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞാൽ അടിക്കടിയുള്ള കുമ്പസാരം, പാപങ്ങളെ ഏറ്റുപറയുക, തിന്മകളുടെ നമ്മുടെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ജാഗ്രത. അതുകൊണ്ട് കാണേണ്ടാത്തത് കാണാതിരിക്കുക, കേൾക്കേണ്ടാത്തത് കേൾക്കാതിരിക്കുക, പറയേണ്ടാത്തത് പറയാതിരിക്കുക. നമ്മുടെ ഹൃദയത്തിലേക്ക് തിന്മ കയറി വരാൻ സാധ്യതയുള്ള എല്ലാ വാതായനങ്ങളെയും നമ്മൾ അടയ്ക്കണം. പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു നിയന്ത്രണം നമ്മുടെ ജീവിതത്തിനേറെ അനിവാര്യമാണ്. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു നിയന്ത്രണവും വിശുദ്ധീകരണവും ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും കളകൾ, ദൈവരാജ്യത്തിൻ്റെ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കയറാതെ കളകൾ വന്ന് നമ്മുടെ ഹൃദയത്തിൽ വീഴുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതുകൊണ്ട് കളകളെ നമുക്ക് പറിച്ചു നീക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ തിരുവചനത്തിന് വളരുവാൻ സാധിക്കൂ, അഥവാ ദൈവരാജ്യം സംസ്ഥാപിതമാക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ സാധിക്കൂ. ആ കാര്യം പ്രത്യേകം ഓർക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. Somebody